യൂത്ത് ലീഗ് വേദിയിലും വി.കെ. ശ്രീകണ്ഠനൊപ്പവും വേദി പങ്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ പരട്ടക്കളവന്മാരെ മുന്നിൽ നിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ 8 നിലയിൽ പൊട്ടും എന്ന് മനസ്സിലാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുവനേതാവ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. യുവാക്കളെ ഇറക്കിയില്ലെങ്കിൽ പൊട്ടും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അപ്പോൾ നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുലിനെ ഇപ്പോഴും മാറ്റി നിർത്തിയിരിക്കുന്നത്? ഏത് കവണാറ്റിൻകരയിലെ നിലപാടിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രാഹുലിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും കേക്കച്ചനും കോൺഗ്രസ് നേതൃത്വത്തിനും പറയുവാൻ സാധിക്കുന്നില്ല, ഉത്തരമില്ല. രാഹുൽ വിഷയത്തിൽ മൊത്തത്തിൽ നാണം കെട്ട് നാറി നിൽക്കുന്ന കേക്കച്ചന് ഇതിനിടയ്ക്ക് വെടിമോളെ ഇറക്കി രാഹുലിനെതിരെ വീണ്ടും ആരോപണം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിശ്വസനീയമായ വാർത്ത വരുന്നുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് പണം നൽകി രാഹുലിനെതിരെ ഇനി ആരോപണങ്ങൾ നൽകുവാനുള്ള പണികളും കേക്കച്ചന്റെ PR ടീം അണിയറയിൽ ആരംഭിച്ചു. അതേസമയം ഇന്ന് രാഹുൽ പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠനൊപ്പം വേദി പങ്കിട്ടു. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അദ്ദേഹം തന്നെ പറഞ്ഞു. 126 കോടി 25 കോടി രൂപ MP-യുടെ ഫണ്ടിലേക്ക് 30 കോടി വെച്ച് എല്ലാ MLA-മാർക്കും കൊടുക്കലാണ്. അദ്ദേഹം വാക്ക് മാറ്റി. അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഹെഡ്ക്വാർട്ടേഴ്സ് MLA-ക്ക് 5 കോടി അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അതെ, സത്യത്തിൽ അദ്ദേഹം സരസമായി പറഞ്ഞെങ്കിലും ഒരു നല്ല ആശയമാണ്. ഇപ്പൊ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അല്ല അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് അതിൽ കുറേയേറെയൊക്കെ കണ്ടെത്താൻ കഴിയും. ഏതാണ്ട് 1,82,000 കോടി രൂപയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആകമാനം അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമായി കരുതപ്പെട്ടു. അതിൽ കുറച്ചൊക്കെ ആധാറുമായി ലിങ്ക് ചെയ്യാറാത്തതിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം ജനപ്രതിനിധികളെ വ്യക്തിപരമായിട്ടല്ലോ ഏൽപ്പിക്കുന്നത്. അത് ജനപ്രതിനിധികളുടെ ഫണ്ടുകളിൽ കൊടുക്കുക വഴി ഏറ്റവും കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തുന്ന ഒരു നല്ല മാർഗമായിരിക്കും. അത് സത്യത്തിൽ ഇവിടെ അതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല എങ്കിലും നിങ്ങളുടെ ഉന്നതമായ തലങ്ങളിൽ അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് അവിടെയെല്ലാം എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ആശയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ മാത്രം ഇത്രയേറെ പണം ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കൂടുതലായി ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ബാങ്കിന്റെ പ്രതിനിധികളെ ഒന്നിച്ച് കണ്ടുകൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ആവശ്യം കൂടി, ഒന്നല്ല 2 ആവശ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഡാറ്റാ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിന്റെ ഭാഗമായിട്ട് പല ബാങ്കുകൾ കണ്ണാടിയും മാത്തൂരും പോലെയുള്ള പഞ്ചായത്തിലെ ആളുകൾ ഭൂമിക്ക് മുകളിലുള്ള ലോണുമായി വരുമ്പോൾ പല ബാങ്കുകൾക്ക് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൻ്റെ ആവശ്യമില്ല, അതൊരു കൺഫ്യൂഷൻ മാത്രമാണ്. പക്ഷെ ആ കൺഫ്യൂഷന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഇപ്പം ആളുകൾ ലോൺ എടുക്കാൻ വരുന്നത് അവരുടെ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലാണ്. കുറച്ച് പൈസ കയ്യിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലോൺ എടുക്കാൻ വരുന്നൊരു മനുഷ്യന് എനിക്കറിയില്ല. ഒന്നുകിൽ വരുന്നത് ഏതെങ്കിലും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, അതല്ല എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിവാഹം പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്, അതല്ല എങ്കിൽ ഒരു വീട് പണി നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ മാത്രമാണ് ആളുകൾ ബാങ്കുകളെ ലോൺ എടുക്കാൻ സമീപിക്കുക. ഈ ഡാറ്റാ ബാങ്കിന്റെ വിഷയം എന്ന് പറയുന്നത് ഭരണതലത്തിൽ പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലാ കളക്ടറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. MP അതിനകത്ത് വളരെ ഗൗരവത്തോടുകൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ ബാങ്കുകൾ കുറച്ചുകൂടി മാനുഷികമായി അതിൻ്റെ ഒരു ആളുകൾ വരുന്നതിൻ്റെ അതിൻ്റെ ഒരു സാങ്കേതികത്വം മാത്രം നോക്കാതെ നിങ്ങൾ അതിൻ്റെ ഒരു മാനുഷിക വശം കൂടി പരിഗണിച്ച്, ആളുകൾ വരുന്നതിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് നിങ്ങൾ അതിനകത്തൊരു അനുഭാവപൂർണ്ണമായ നയം സ്വീകരിക്കുവാൻ ലീഡ് ബാങ്കിൻ്റെ മാനേജർ തന്നെ മുൻകൈ എടുത്ത് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്നൊരു ചെറിയ റിക്വസ്റ്റ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല മാനേജർമാരെയും ഞങ്ങളെല്ലാം മാറി മാറി വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കാൻ പലപ്പോഴും പല ബാങ്കുകൾക്കും ഒരു പ്രയാസമുണ്ട്. പല ബാങ്കുകൾക്കുണ്ട്. പല ബാങ്കുകളിലും ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അത് കുറ്റമായിട്ട് പറയല്ല, നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ മുകൾ തലങ്ങളിൽ പറയേണ്ടതാണ്. അപ്പം പലപ്പോഴും എഡ്യൂക്കേഷൻ ലോണിൻ്റെ റീപേയ്മെൻറ്റ് റേഷ്യോ കുറവാണ് എന്നുള്ളതാണ് നിങ്ങളൊരു ബാങ്കിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതൊരു വലിയ ന്യായമായ കാര്യമായി തോന്നും. പക്ഷേ
വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ഭാവിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോണുകൾ മെറിറ്റ് നോക്കിയിട്ട് CSR ഫണ്ടിൽ പോലും മാറ്റിവെക്കുന്ന തലത്തിൽ അതിന് ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വിഷയത്തിനകത്ത്, ഒന്ന് ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സേവന മേഖല കൂടിയാണല്ലോ ബാങ്ക്. അപ്പോൾ ആ രണ്ട് കാര്യത്തിനകത്ത് ബാങ്കുകളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ മീറ്റിങ്ങുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, അതുകൂടി പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട്. അതുപോലെ ഇന്നലെ UDFന്റെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗ് കല്ലടിക്കോടിൽ സംഘടിപ്പിച്ച പരിപാടിയിലും രാഹുൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാഹുലിനൊപ്പം ഒരു സെൽഫി എടുക്കുവാൻ യുവജനത മത്സരിക്കുകയായിരുന്നു. അവരുടെ വികസനത്തിന്റെ ഗീർവാണങ്ങൾ കേട്ടാൽ പ്രിയപ്പെട്ട കേരളത്തിൽ CPMന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുകയും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് 2016 ആണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവശ്യ സാധനങ്ങളുടെ വില പല മടങ്ങായി വർദ്ധിച്ച് ഇന്നൊരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ പോലും അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട്. എല്ലാ മേഖലയും തച്ചു തകർന്നൊരു സർക്കാർ. എന്താണ് ഈ സർക്കാരിന്റെ നേട്ടമായി പറയാൻ കഴിയുന്നത്? ഈ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്, ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പനെ പോലും കൊള്ളയടിച്ച കൊള്ളക്കാരുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിലാണ്. ഞാൻ ശബരിമല പോകുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ശബരിമല പോകുന്ന ആളുകളുണ്ടാകും. നമ്മൾ മല കയറി 18ാം പടി കയറി ശബരിമല സന്നിധാനത്ത് പോയി ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോ അയ്യപ്പ ഭക്തരായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ ഈ CPMന്റെ ആളുകൾ ശബരിമല കയറുമ്പോൾ കാണുന്നത് ശ്രീകോവിലിനകത്തുള്ള പൊന്ന് മാത്രമാണ് എന്നുള്ള വ്യത്യാസമാണ് നമ്മളും അവരും തമ്മിലുള്ളത്. അയ്യപ്പന്റെ ദ്വാരപാലകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സർക്കാരായി ശ്രീ വിജയന്റെ സർക്കാർ മാറുകയാണ്. ദ്വാരപാലക സങ്കല്പം നിങ്ങൾക്കറിയാലോ. ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശ്രീകോവിലുള്ള അയ്യപ്പ സ്വാമിയുടെ കാവൽക്കാരാണ്. കാവൽക്കാരന്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ജാതി കള്ളന്മാരായിരിക്കണം. ശ്രീ അയ്യപ്പന്റെ പൊന്നുകെട്ട ഈ നാട്ടിലെ അമ്പലം വിഴുങ്ങികളായ ശ്രീ വിജയന്റെ സർക്കാരിന് ഈ നാട്ടിലെ ഒരു മതവിശ്വാസികളും മാപ്പ് നൽകുവാൻ പോകുന്നില്ല എന്ന് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാണ്. ഇവർ വിചാരിക്കുന്നത് അയ്യപ്പന്റെ പൊന്നുകെട്ടാൽ അയ്യപ്പ ഭക്തര് മാത്രമാണ് ഇവരോട് തെറ്റാൻ പോകുന്നതെന്നാണ്. തെറ്റാണ്. അയ്യപ്പന്റെ പൊന്നുകെട്ടവനെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളോ ഈ നാട്ടിലെ ക്രൈസ്തവ മതവിശ്വാസികളോ എന്ന് വേണ്ട ഈ നാട്ടിൽ മതമില്ലാത്ത മനുഷ്യന്മാർ പോലും ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ശ്രീ വിജയന്റെ പാർട്ടിക്ക് നന്നായിട്ട് ബോധ്യമാകും. അങ്ങനെ സാർവത്രികമായി കുഴപ്പം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സകല ആഭാസത്തരങ്ങളുമായി നടക്കുന്ന കേക്കച്ച ജനങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കാത്ത കോൺഗ്രസിലെ മുതുക്കുകളെ LDFന് പ്രശ്നമില്ല, BJPയും മുട്ടുമടക്കി, ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും പ്രശ്നമില്ല, പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ജനങ്ങൾക്കും കുഴപ്പമില്ല. പിന്നെ ഏതവനാണ് ഇവിടെ പ്രശ്നം? നീയൊന്നും രാഹുലിനെ തിരികെ എടുക്കുന്നില്ല എങ്കിൽ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായെങ്കിലും മത്സരിക്കും, വിജയിക്കും. അത് നിനക്കൊക്കെ നന്നായി അറിയാമല്ലോ. എന്തിനാണ് പിന്നെ ഇനിയും വാശി പിടിക്കുന്നത്? രാഹുൽ ഗർഭമുണ്ടാക്കിയത്, ഗർഭം കലക്കിയത് കേക്കച്ചന്റെ വീട്ടിൽ കയറിയാണോ എന്ന് ഇനിയെങ്കിലും അയാൾ വ്യക്തമാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.